തെങ്ങ് കയറ്റക്കാർക്കൊക്കെ ഇപ്പോൾ നാട്ടിൽ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഞങ്ങൾ തന്നെ ഏകദേശം ഒരു 5-6 മാസമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ബംഗാളി ചേട്ടൻ ഇന്ന് എത്തി. നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല. എന്തായാലും ബംഗാളി ചേട്ടൻ വന്ന് പണി തുടങ്ങി. ഓ, ഇതിൻ്റെ മല്ലിത്തൈ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം, ഇല്ലെങ്കിൽ അത് തകിട് പൊടിയായേനെ. ഈ ഒരു സംഭവങ്ങളെല്ലാം ഇനി പെറുക്കി കൂട്ടി നീറ്റാക്കിയിട്ട് വെക്കണം. ഒരു ചെറു സഹായത്തിന് നമ്മുടെ പിള്ളേർ സഹായിക്കാറുണ്ട്. അവരാണെങ്കിൽ ഇന്ന് വെക്കേഷൻ ക്യാമ്പിന് വേണ്ടി പോയിരിക്കുക. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ജാങ്കോ ട്രാപ്പടെന്ന് തന്നെ പറയാം. അപ്പട്ടകളൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒന്നിനും ഇത് ഒന്നായി ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണ്. അടുത്ത ലക്ഷ്യം നമ്മുടെ മാങ്ങ പറക്കലാണ്. അയ്യോ, മാങ്ങയല്ല കേട്ടോ, തേങ്ങ പറക്കലാണ് അടുത്ത ലക്ഷ്യം. അങ്ങനെ തേങ്ങകളെല്ലാം പറക്കി കൂട്ടി ഒരു സ്ഥലത്ത് കൊടുന്നിട്ടു. അടുത്തത് നമ്മുടെ കൊതമ്പ്, കോഞ്ഞാട്ട, പിന്നെ ഒരു പേരും കൂടി ഉണ്ടല്ലോ, കൊയിഞ്ചിൽ. ഈ സാധന ജംഗമ വസ്തുക്കളെല്ലാം പെറുക്കി കൂട്ടി അതും കഴിഞ്ഞു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സുഖം തോന്നാറുണ്ട്. ആ സുഖമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം തെങ്ങ് കയറുന്ന ദിവസം മേലനങ്ങി പണി ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസം തന്നെയാണല്ലേ. അങ്ങനെ ആ ദിവസം തന്നെയായിരുന്നു എനിക്കിന്ന്. അങ്ങനെ എല്ലാ പണികളൊക്കെ അവസാനിച്ചു. വീടൊക്കെ ക്ലീനായി കണ്ടപ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷം. അങ്ങനെ നമ്മുടെ വാത്സല്യം സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു പണി കഴിഞ്ഞ് വരുമ്പോൾ മമ്മൂട്ടിക്കൊരു ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. ആ ഫീലോട് കൂടി ഞാനിതാ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫേസ് വാഷിൻ്റെ പരസ്യത്തിൽ കാണുന്ന പോലെ മുഖമെല്ലാം കഴുകി ഞാനൊന്ന് കണ്ണാടിയിൽ നോക്കിയാണ്. ഹോ, പണിയെടുത്ത് കഴിഞ്ഞിട്ട് മുഖത്ത് എന്തൊരു ഗ്ലോ. ഇനി ഞാനങ്ങനെ നേരെ പോയി നമ്മുടെ കിച്ചണിലോട്ടാണ്. കിച്ചണിൽ ഇന്നലെ മുതൽ ഒരു ഉത്തരം കിട്ടാതെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബാലൻസ് വന്ന ഈ ഐസ്ക്രീം സ്റ്റേക്ക് ആരെടുക്കും? എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട്. മിക്കവാറും ഇന്നൊരു യുദ്ധത്തിനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇന്നലെ ഇത് ആർക്കാണ്, ആകെ ഒരെണ്ണല്ലേ ബാക്കിയുള്ളൂ, ആർക്കാണ് ഇത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. മിക്കവാറും ഇന്നൊരു യുദ്ധത്തിന് ചാൻസ് ഉണ്ട്. ശരി, വീണ്ടും കാണാം.